ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് തുടക്കമായി ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലടക്കം രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വോട്ട് ചെയ്യുന്നതിനായി ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് 2 ദിവസമായി തൊഴിലാളികളുടെ അടക്കം ഒഴുക്കായിരുന്നു. 16 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. തേനി ജില്ലയിലടക്കം രാവിലെ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. ആദ്യ മണിക്കൂറുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. അതിർത്തി മേഖലയിൽ അതിശക്തമായ ചൂട് നിലനിൽക്കുന്നതിനാൽ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിനായി പ്രത്യേക സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുന്നതോടെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇടുക്കി അടക്കം തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൂർണ്ണമായും അതിർത്തി മേഖലകളിൽ ഇടം പിടിക്കും. കേരളത്തിൽ ജോലി നോക്കുന്ന തോട്ടം തൊഴിലാളികളും മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിട്ടുള്ളവർ 2 ദിവസം മുമ്പ് തന്നെ അതിർത്തി കടന്നു. പൊതുഗതാഗത സംവിധാനത്തിലും അല്ലാതെയും ഇന്നലെ വരെ കുമിളി, കമ്പംമെട്ട്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകൾ വഴിയെത്തിയ വാഹനങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 2 ദിവസമായി തോട്ടം മേഖല സ്തംഭനാവസ്ഥയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊതു തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ ദിവസമായിരുന്നു വോട്ടിംഗ് നടന്നിരുന്നത്. എന്നാൽ ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ തമിഴ്നാട് ഇടം പിടിച്ചു. തമിഴ്നാട്ടിൽ പരസ്യപ്രചാരണം അവസാനിച്ച ബുധനാഴ്ച വൈകിട്ട് മുതൽ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പഞ്ചായത്തുകളിലും നിയന്ത്രണങ്ങൾ വന്നിരുന്നു. പ്രധാനമായും മേഖലയിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരുന്നു. ഇരട്ട വോട്ട് വിവാദം നിലനിൽക്കെയാണ് ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്മേലുള്ള വിവാദവും ചർച്ചയാകും. ഇലക്ഷൻ ഡെസ്ക്, ഇടുക്കി വിഷൻ.